ഷ്യാം സ്റ്റീൽ ഫ്ലെക്സി സ്ട്രോങ് TMT ബാർ ശക്തവും വഴങ്ങുന്നതും. TMT ഫ്ലെക്സി സ്ട്രോങ് ഉള്ളപ്പോൾ വീട് എന്നേക്കും ശക്തം. വഖഫ് നിയമത്തിലൂടെ വഞ്ചിച്ച കോൺഗ്രസിനുള്ള തിരിച്ചടിയാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുനമ്പം നിവാസികൾ. ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞതിനാലാണ് മുനമ്പത്തെ ജനത NDAക്ക് ഒപ്പം നിന്നത്. 90% ക്രൈസ്തവ വിഭാഗങ്ങളുള്ള പള്ളിപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥി നേടിയതാകട്ടെ ചരിത്ര വിജയമാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, മുനമ്പത്തുകാർ എന്താണ് പറയുന്നത്? കോൺഗ്രസിന് ഇരട്ടത്താപ്പാണ്, ഞങ്ങളെ വഞ്ചിച്ചവരാണ്, പിന്നെ എന്തൊക്കെ? കൃഷ്ണരാജ്, തങ്ങളെ വഞ്ചിച്ചവർക്ക് എതിരെ ഒരു വോട്ടിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് മുനമ്പം പള്ളിപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ജനങ്ങൾ. 610 കുടുംബങ്ങൾ, അതായത് നേരത്തെ 427 ദിവസമായിട്ട് വഖഫ് അധിനിവേശത്തിനെതിരെ അവർ റിലേ നിരാഹാരം സമരം തുടരുന്നുണ്ട്. അതിൽ മൗനം അവലംബിച്ച 2 പേരാണ്, 2 മുന്നണികളാണ്, ഇടത് വലത് മുന്നണികൾ. UDFന്റെ കോട്ടയായ ആ 1-ാം വാർഡിൽ BJP ആദ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, കുഞ്ഞുമോൻ അഗസ്റ്റിൻ. ആ കുഞ്ഞുമോൻ അഗസ്റ്റിൻ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ്. 28 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDFന്റെ കോട്ടയെ, അല്ലെങ്കിൽ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച ഒരു വാർഡ് കൂടിയാണ് 1-ാം വാർഡ്. അവിടെ ചരിത്ര വിജയം നേടിയത് BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി, അതായത് ആദ്യമായിട്ട് BJP നിർത്തിയ കുഞ്ഞുമോൻ അഗസ്റ്റിൻ എന്നുള്ള സ്ഥാനാർത്ഥിയാണ്. ഈ 610 കുടുംബങ്ങൾ ഈ വഖഫ് അധിനിവേശത്തിനെതിരെ റിലേ നിരാഹാര സമരം നടത്തുന്നുണ്ട്. ഈ 610 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് 1-ാം വാർഡ്. അവർ നേരത്തെ തന്നെ വഖഫ് ഭേദഗതി നിയമം അത് പാസ്സാക്കിയ കേന്ദ്ര സർക്കാരിനോട് തങ്ങളുടെ നന്ദി നേരത്തെ പ്രകടിപ്പിച്ചതാണ്. അത് ഒരു ഒരു വാർഡിലെ മെമ്പറെ തെരഞ്ഞെടുത്തതിലൂടെ BJPക്ക് അവർ ഒരു സമ്മാനം കൂടി നൽകിയിരിക്കുകയാണ്. കോൺഗ്രസിനുള്ള മറുപടിയാണ് മുനമ്പത്തെ വിജയമെന്ന് മുനമ്പത്തുകാർ പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ്. അതിന് മുന്നോടിയായി ജനുവരി 1-ന് പ്രതിഷേധ സൂചകമായി കടകൾ അടച്ചിടും. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഫെബ്രുവരി 1 മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം ഇരിക്കുമെന്നാണ് അവർ പറയുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, നോക്കൂ, ഈ അല്ലെങ്കിൽ തന്നെ റേഷൻ സംവിധാനം, പൊതുവിതരണ സംവിധാനം അപ്പാടെ പാളിയ അവസ്ഥയിലാണ്. അപ്പോഴാണ് ഇങ്ങനെ അടച്ചിടലിലേക്ക് വീണ്ടും പോകും എന്ന് പറയുന്നത്. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണോ